ഇന്നത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്നൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ എനിക്ക് ഒരു രൂപ കിട്ടിയിട്ടില്ല. ഞാൻ സ്വയമായിട്ട് സിനിമയിൽ കയറി എസ്റ്റാബ്ലിഷ് ആയി. ആ ഒരു അതെന്താണ് ശരിക്കും പാഷന്റെ പേരിലാണ് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഭയങ്കര അണ്ടർപെയ്ഡ് ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഈ പറയുന്ന ബസ് കാശ് അടക്കം ഞാൻ എൻ്റെ അച്ഛനോട് വാങ്ങിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പൈസനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോൺ എടുക്കാറില്ല. എനിക്ക് ഒരുപാട് നാളായി കിട്ടിയതിൽ ഏറ്റവും മികച്ച ഒരു തിരക്കഥയാണ് സംശയം. കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സിനിമ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ 16 വർഷം നിന്നത് എൻ്റെ ടാലൻ്റ് കൊണ്ടിട്ടല്ല, എൻ്റെ പാഷൻ കൊണ്ടിട്ടാണ്. ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അടുത്ത സെക്കൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എടാ ഞാൻ ഉച്ചയ്ക്ക് വരും, വൈകിട്ടാകുമ്പോൾ എനിക്ക് പോകണമെന്ന് പറയുന്ന ആക്ടേഴ്സൊക്കെ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അല്ലെങ്കിൽ 10 മണി നമുക്ക് 8 മണിക്ക് കോൾ ടൈം തരുമ്പോൾ ഉച്ചക്കും വൈകിട്ടും വരുന്ന ആക്ടേഴ്സ് ഇപ്പോഴും ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ പ്രസൻസ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ നമ്മളൊന്നുമില്ലാത്ത വലിയ സ്ട്രഗിൾ നടന്നിരുന്നത് തിയേറ്റർ ഡേയ്സിലായിരുന്നു. നമുക്ക് പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല. ഞാൻ ഈ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഈ മറ്റേ പറയുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 98% ആളുകൾക്കും സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടാവും. പക്ഷെ അത് സാധിക്കുന്ന 0.1% ആളുകൾ. അപ്പം അതിൽപ്പെട്ട ആളാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു പിണ്ണാക്കം ചെയ്തിട്ടില്ല ലൈഫിൽ. വെൽക്കം വിനയ് ഫോർട്ട്. ഗുഡ് മോർണിംഗ്. സ്വാഗതം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. സംശയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ളൊരു സംശയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പൊ റീസെന്റ് റിസർച്ച് വന്നു മുട്ടയാണ് ആദ്യം ഉണ്ടായത്. അപ്പൊ അതിനൊരു ഉത്തരമായി. ഒരു സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിനയുടെ ഒരു കരിയറിൽ എനിക്ക് നമ്മൾ പരിചയപ്പെട്ട് കുറച്ചായി. ഈ ഇത്രയും ഒരു പടത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് ഒരു പ്രൊമോഷൻ നിൽക്കുക, ഇത്രയും ഒരു പടത്തിന് വേണ്ടി കുറച്ച് കാലം സ്പെൻഡ് ചെയ്യുക, എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിനോളം ആയിട്ട് ഈ പടത്തിന്റെ ഒപ്പം വിനയുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സംശയം ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു ലീഡ് റോൾ പടം ചെയ്തിട്ടില്ല. ഞാൻ ഈ സംശയം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ മുതലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. ഷൂട്ടിങ് ഞങ്ങൾ 2-3 ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ പോസ്റ്റിലുമൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ സംശയം എല്ലാ സിനിമകളും നമുക്കങ്ങനെ എല്ലാ സിനിമകളും അല്ലെങ്കിൽ സിനിമ എന്ന സംവിധായകരോടും പ്രൊഡ്യൂസേഴ്സിനോടും റൈറ്റേഴ്സിനോടൊക്കെ ഭയങ്കര താങ്ക്ഫുള്ളാണ്. പക്ഷെ എല്ലാ സിനിമകളും നമ്മുടെ ഹൃദയത്തോട് ഭയങ്കര അടുത്ത് നിൽക്കണമെന്നില്ല. എല്ലാ സിനിമകളും നമുക്ക് ഒരു ചെയ്ത ഒരു 95% സിനിമകളോടും വളരെ സ്നേഹം ക്യാരക്ടറിനോടൊക്കെ ഉണ്ട്. പക്ഷെ ചില സിനിമകളോട് നമ്മൾ പേഴ്സണലി കണക്റ്റഡ് ആയി പോകും. വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധവും സിനിമയോട്. അതേപോലെ ഒരു സിനിമയാണ് സംശയം. നമുക്ക് ഈ സിനിമ ആയതുകൊണ്ടിട്ട് ഇതിപ്പോൾ നമുക്കിതിൻ്റെ ഇതിപ്പോൾ തിയേറ്ററിൽ 50 ദിവസം നിൽക്കുന്നു അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റേ നമ്മളുടേതെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര പേഴ്സണലാണ് എനിക്ക് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ സുമേഷ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കൊരു ഒരു അത്യാവശ്യം വലിയൊരു ഹിന്ദിയിലെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ് എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ സംശയത്തിൻ്റെ റിലീസ് ഇത്ര അടുത്തുകൊണ്ട് എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോയിട്ട് ആ സീരീസ് ചെയ്യാം. സീരീസ് തന്നെ ഫുൾ ടൈം ഒന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര ടൈം ഒരു സിനിമയ്ക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിട്ട് അവസാനം ആ സിനിമ റിലീസാകാൻ നേരം നമ്മൾ ഫുള്ളി അതിൻ്റെ പ്രൊമോഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട വേറെ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഓരോ സിനിമകളിൽ എൻഗേജ്ഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിൽക്കുക ഇത്തരം സിനിമകൾ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം സിനിമയെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ആളുകൾ തിയേറ്ററിലേക്ക് വരുള്ളൂ. അപ്പോൾ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ഭയങ്കര ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരിക്കും പടം. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഗാങ്സ്റ്റർ ഫിലിംസ് കാണുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ലോ ആയിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് കാണുന്ന ഒരു പൾപ്പ് ഫിക്ഷനോ ഗുഡ് ഫെല്ലാസോ അങ്ങനത്തെ സിനിമയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആനിമൽ പോലത്തെ സിനിമയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആക്ഷൻ പടങ്ങൾ എല്ലാം. പക്ഷേ നമ്മളൊരു മലയാളി എന്നുള്ള തരത്തിൽ മാറി നിന്ന് നോക്കുമ്പോൾ ഒരു മലയാള സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ഒരു റൂട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു ബന്ധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നമ്മളെ ഇമോഷണലി ഭയങ്കര ഒരു മൂവ് ചെയ്യുന്ന പോലത്തെ സിനിമകളാണ് നമ്മളെപ്പോഴും നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടത്. അപ്പോൾ അത്തരം ഒരു സിനിമകൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എവിടെയും മിസ്സാകുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ
കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര സ്പീഡുള്ള സിനിമകളായിരിക്കണം, ഭയങ്കര നോയ്സി സിനിമകളായിരിക്കണം. അപ്പം നമ്മൾ പല സിനിമകളും കണ്ടിറങ്ങിയതിന് ശേഷം നമുക്ക് തലവേദനയ്ക്കുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു സൂതിങ്, ഒരു ഭയങ്കര ഒരു സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്ന, അതെ അതെ, സമാധാനം ഉണ്ടെങ്കിലും ആബ്സല്യൂട്ട്ലി അത് എൻ്റർടൈനിങ് ആണ്. ഒരു 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 ക്യൂരിയോസിറ്റിയോടുകൂടി നമുക്ക് അങ്ങനെ ഒരു ഒച്ചത്തിൽ ചിരിക്കാൻ പറ്റില്ല, പക്ഷേ ചിരിച്ച മുഖത്തോടുകൂടി സിനിമ മുഴുവൻ കാണാം. സിനിമ കഴിയുമ്പോൾ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കരഞ്ഞെന്നൊക്കെ ഇരിക്കുക. അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് സംശയം. അപ്പോൾ അത്തരം ഒരു സിനിമ ആളുകളൊക്കെ എത്തിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇതിൻ്റെ തിരക്ക് തന്നെയാണ് ഇത്രയും ഇതിലായിട്ട് കണക്ട് ആവാനുള്ളത്. 100%. ഈ സിനിമയുടെ മറ്റേ ഹീറോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ലൈക്ക് ബാക്ക് ബോൺ എന്ന് പറയാൻ വേണ്ടി സ്ക്രീൻ പ്ലേ ആണ്. ഈ സ്ക്രീൻ പ്ലേ കേട്ടിട്ടാണ് ഞാൻ നേരത്തെ സുമേഷിനോട് പറഞ്ഞ പോലെ ഇതൊരു പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള ഭയങ്കര സൗണ്ടായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്ത സിനിമയല്ല. 3 പേര് ചേർന്ന സിനിമ. അതിൽ ഒന്ന് ഡിക്സൺ ചേട്ടനാണ്, ഏറ്റവും കൺട്രോളറാണ് ഡിക്സൺ ചേട്ടൻ. പിന്നെ സുരാജ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ ലിനോ മാത്തൻ എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇവർ ഈ സിനിമ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ഇതിൻ്റെ തിരക്കഥയുടെ മികവുണ്ടാകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് നല്ല സ്ക്രീൻ പ്ലേസാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളായി കിട്ടിയതിൽ ഏറ്റവും മികച്ച ഒരു തിരക്കഥയാണ് അത് തന്നെയാണ്. വിനയ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2009 തൊട്ട് 2025 വരെ ഏറെക്കുറെ 16 വർഷം നീണ്ടുന്ന ഒരു കരിയറാണ്. ഏറെക്കുറെ 50-നോളം മുകളിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. 50 അറൌണ്ട് 50 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 70 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 70 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചാനൽസിൽ 1-2 ഷോസും ഒക്കെ 1-2 ഷോസും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നോളം നിന്ന കരിയറിൽ ഞാൻ എല്ലാ ഗസ്റ്റിൻ്റെ അടുത്തും വരുമ്പോൾ ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, ഇന്നോളം നിന്ന കരിയറിനെ പറ്റി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു മുഖങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആരോടൊക്കെ ആയിരിക്കും? ഏതൊക്കെ മുഖങ്ങളാണ് ഇങ്ങനെ, എന്തൊക്കെ സംഭവങ്ങളായിരിക്കും മിന്നി പറഞ്ഞു പോകുന്നത്? ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു നടൻ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നത് 95%, 98% ആളുകൾക്കും സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടാവും. പക്ഷെ അത് സാധിക്കുന്ന 0.1% ആളുകൾ, അതിൽ പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ലക്കുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്, പാഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ലക്ക് ഒരു ഡെഫിനറ്റ്ലി ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. പക്ഷെ ഇതൊരു ഹാർഡ് വർക്കിന്റെ വേറൊരു പേരായിട്ടാണ്. നമ്മൾ ഭയങ്കര പണിയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികയുടെ അതിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ സമയമൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ തൊഴിൽ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും, ഇപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്കൊരു അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം എനിക്ക് സിനിമയിൽ അവസരം തന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും റൈറ്റേഴ്സിനോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. പിന്നെ സിനിമ ചിലപ്പോൾ നന്നാവാം, നന്നാവാതിരിക്കാം, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യമല്ലോ. അതെ അതെ അതെ. ഓക്കെ, ഈ സംശയത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിലും വിനയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഫഹദിനെ കൊണ്ടുവരാം അങ്ങനെയുള്ള, പിന്നെ അതുകൊണ്ട് ഷറഫുദ്ദീനുമായിട്ട് തല്ലുണ്ടാവുന്നു, ഇതൊക്കെ വ്യക്തമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ തന്നെയാണ്. ആ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാണ് ഫഹദിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ഇത്തരം ഐഡിയാസ് ഞാനും എൻ്റെ ഡയറക്ടർ രാജേഷും കൂടെ ഡെവലപ്പ് ചെയ്തതാണ്. മറ്റേ ഫഹദിനെ ഉൾപ്പെടുത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഫഹദും കൂടെ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓടും കുതിര ചാടും കുതിര. അപ്പോൾ ഫഹദ് ഇപ്പോൾ എൻ്റെ ഞാൻ 15-16 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ തുടക്കം മുതലുള്ള ഒരു സൗഹൃദമാണ് ഫഹദായിട്ട്. ഞാൻ ഫഹദായിട്ട് ഇപ്പോൾ 5-5ാമത്തെ സിനിമ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ആംഗിളിൽ 2 വ്യക്തി എന്നുള്ള തരത്തിൽ ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ ഞാൻ ഫഹദിനോട് ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. പിന്നെ സംശയം ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നില്ല. പക്ഷെ ഫഹദ് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ലൈക്ക് ഫൈനസ്റ്റ് ആക്ടർ എന്നുള്ള സോണിൽ നിൽക്കുമ്പോൾ ഫഹദിന് ഏതെങ്കിലും തരത്തിൽ ഒരു നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ ഫഹദിനോട് ചോദിച്ചോടോ ഇങ്ങനൊരു താല്പര്യമുണ്ട്, മറ്റേ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോ പറയാം, സൗഹൃദത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലടോ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു. അപ്പോൾ ഫഹദ് വന്നുകൊണ്ട് സിനിമയ്ക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടി. പിന്നെ ഷറഫ് ചെയ്യുന്നത്, ഷറഫ് ഒരു വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു പരിപാടി പിടിക്കാം തീരുമാനം ചെയ്തൊരു സാധനം.
ഈ സംശയം എന്ന് പറയുമ്പോഴും പെട്ടെന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത് തളത്തിൽ ദിനേശിനും മടക്ക് നോക്കിയാണ്. ആ ഒരു സംശയത്തിന്റെ എന്തെങ്കിലും പാറ്റേൺ ആണോ ഈ സിനിമയിൽ? ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. രോഗം അതൊന്നല്ല. അതല്ല ഈ അത് ഭയങ്കര ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്ക്രീൻ പ്ലേ ഗംഭീരമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇത് നമ്മൾ ഇതിനു മുമ്പ് കാണാത്തൊരു കഥയാണ് സിനിമയിൽ പറയപ്പെടുന്നത്. പലപ്പോഴും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെജോറിറ്റി സിനിമകളും നമുക്കറിയാവുന്ന കഥകളൊക്കെ ആയിരിക്കുമല്ലോ. ഇതിലൊരു ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള സ്റ്റോറി ഉണ്ട്. വടക്ക് നോക്കി വന്നവരോട് യാതൊരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇതിൽ ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ മാതൃകാ ദമ്പതികൾ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള ഒരു ദമ്പതികളാണ് ഞാനും ലിജോ മോളും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. നട്ടപ്പാതിരിക്ക് അച്ഛനെ വിളിച്ചെടുത്തിട്ട് അവർക്ക് ഗർഭം എന്ന് പറയുമ്പോൾ നീ ഒരുപാട് കാലം അധ്വാനിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഭാഗത്ത് നമ്മളതിനൊരു കൗണ്ട് പ്രതീക്ഷിക്കില്ല. ഈ ശരിക്കും സംശയം പറഞ്ഞു വെക്കുന്ന ഒരു കഥ എന്താണ് ശരിക്കും? ഈ കഥ എന്ന് വെച്ചാൽ എന്ത് ജോണറാ? ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു, എന്നാൽ പോലും ഇതൊക്കെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഊഹിക്കാവുന്ന ഒരു കഥ വരും. എന്തായിരിക്കും സംശയം? ഇപ്പൊ ഗർഭമാണെന്ന് പറയുന്നത്, പിന്നീട് സംശയം എന്ന് പറയുന്നത്, ഈ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഞെട്ടിക്കുന്ന ഘടകങ്ങൾ സംശയത്തിലുണ്ടെന്നാണോ? എപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല സ്ക്രീൻ പ്ലേ ആണെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ് പടത്തിൻ്റെ എങ്കിൽ നമുക്കതിനെ ഒരു ഗംഭീര തിരക്കഥയെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമുക്കറിയാവുന്ന ഒരു കഥയാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സംശയത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ രണ്ടുപേരാണ് ഇത് എഴുതിയിരിക്കുന്നത്. രാജേഷ് രവി ആർക്കറിയാമിൻ്റെ കോറയിട്ടാണ്, പിന്നെ സനു എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്തും. അപ്പോൾ ഇവർ ഞാൻ റീസെൻ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ള യുവ എഴുത്തുകാരിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിനൊരു സിംപ്ലിസിറ്റി എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവണം. ഒരു ഇത് കാഴ്ചക്കാരനിലേക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് എത്തണം. അറ്റ് ദ സെയിം ടൈം അതിനൊരു പുതിയ തരത്തിൽ പറയപ്പെടണം, അല്ലെങ്കിൽ അതിനൊരു ഡെപ്ത് ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എഴുത്തുണ്ട് സിനിമക്ക്. അപ്പോൾ സിനിമ പ്രത്യക്ഷത്തിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആണെന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇതൊരു ചെറിയൊരു ഫീൽ ഗുഡ് ത്രില്ലർ മോഡിൽ പോകുന്നുണ്ട്. അങ്ങനൊരു പരിപാടിയാണ് ഇതെല്ലാം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളേക്ക് കണക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു സോളിഡ് ടേക്ക് അവേ ഉണ്ട്. പല സിനിമകളും നമ്മൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും. സംശയം ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റുന്ന സിനിമയല്ല. സംശയം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സിനിമ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ, അതായത് എന്നെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തേക്കുന്ന ബേസിക് ഹ്യൂമൻ പരിപാടികളാണ്. അതായത് ഈ അച്ഛൻ, അമ്മ, കുട്ടി എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സോളിഡായി പറഞ്ഞു കഴിയുമ്പോൾ സാധാരണക്കാരനെ ഇമോഷണലി അത് മൂവ് ചെയ്തിരിക്കും, കണക്ട് ചെയ്യും. കാര്യം നമുക്ക് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകനെ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത്തരം ഒരു കഥ പറച്ചിൽ വളരെ സോളിഡായിട്ട് സംശയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടിട്ട് അത് ഡെഫിനറ്റ്ലി ഒരു കോമൺ മാനെ കണക്ട് ചെയ്യും. ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ് സംശയം. വിനയ് പറഞ്ഞപ്പോൾ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഒരു ക്യാരക്ടർ ഉൾപ്പെടെ വിനയ് ഇന്നോളം ചെയ്തിട്ടുള്ള ഇപ്പൊ പെരുമാനി ഉൾപ്പെടെ ഉള്ള പല സിനിമകളിലും കഴിഞ്ഞ ചില നടന്മാർ, ഇപ്പൊ ദിലീപേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് ചാന്തപൊട്ടൊക്കെ ചെയ്തിട്ട് കുറെ നാളത് പോവാണ്ട് മനസ്സിലുണ്ടായിരുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ക്യാരക്ടർ ഒരു 1 വീക്കിലേക്കെങ്കിലും വിനയുടെ ഉള്ളിൽ കിടന്ന് തട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് അതിൻ്റെ ഒരു, അതായത് ആ മൊമെന്റ് ഈ മറ്റേ ആളുകളെ പല ആളുകളും ഇപ്പൊ റീസെൻ്റ്ലി എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു ഇതേപോലെ എനിക്കും ഒരു സിനിമയിലൊരു വേഷം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് തോന്നുന്നു. ഞാൻ മോളെ ഇങ്ങനത്തെ വേഷമാണ്, മറ്റേ പ്രേമത്തിൽ മറ്റേ മഡോണ സെബാസ്റ്റ്യൻ ചെയ്ത പോലത്തെ വേഷമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ലൈഫും സിനിമയും കൂടി വേർതിരിച്ച് കാണുക എന്ന് പറയുന്ന അതൊരു ഭയങ്കര കോമൺ സെൻസാണ്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഒരു നടനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു പരിപാടി കോമൺ സെൻസാണ്. അപ്പോൾ സിനിമ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഒരു സെറ്റിൽ പോയി ഷൂട്ടിങ് കഴിയുന്നതോടുകൂടി നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക എന്ന് പറയുന്നതാണ് ബുദ്ധി. പിന്നെ എനിക്ക് അതിനും വേണ്ടി ഇത്ര ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അങ്ങനെ ഉണ്ടാകാമായിരിക്കാം, പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി.
അപ്പം ഇത് പറഞ്ഞത് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിനയ് ഫോർട്ട് എന്ന നടനെ ഇപ്പോഴും മലയാള സിനിമ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് എന്ന് പറഞ്ഞാൽ അതൊരു പരാതിയൊന്നുമല്ല. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിൽ അതല്ലെങ്കിൽ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 20% കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും അല്ലെങ്കിൽ ഭയങ്കര ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര ശക്തമായിട്ടുള്ള തിരക്കഥകളും വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ കിട്ടുമ്പോൾ മാത്രമേ ഇതൊക്കെ നന്നാവുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണം. അപ്പോൾ എനിക്ക് അതിന് ടൈമുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ സുമേഷ് പറഞ്ഞ പോലെ നമ്മൾ ഈ 16 വർഷത്തെ ജേണി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ വന്നതിന് ശേഷം ആയിരക്കണക്കിന് നടന്മാർ വന്നുപോയി. അപ്പൊ ഇപ്പോഴും നമ്മൾ സിനിമ മാത്രം ചെയ്തിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും ഹാർഡ് വർക്കും ഈ പറയുന്ന പോലത്തെ ഒരു അടങ്ങാത്ത പല ആളുകളും ചോദിക്കും. അപ്പൊ ഈ ഭയങ്കര ഒരു പാഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അപ്പൊ എന്നോട് ആരോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പട്ടി ഉണ്ടല്ലോ, പട്ടി ഒരു മുഴുവൻ തേങ്ങ കടിച്ചു പിടിച്ചിട്ടേ അത് വിടില്ല. ആ ഒരു അവസ്ഥയാണ്. നമ്മളത് ലൂസാക്കുന്നു അന്ന് നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. ശരിയാണ്. ഇത് ഇപ്പൊ ലൈഫ് അല്ലെങ്കിൽ കരിയർ ശരിക്കും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ആളാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു, സിനിമയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം ആക്ടിങ് ക്ലാസ്സുകളും കാര്യങ്ങളും വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമയിൽ കാര്യമായിട്ട് സജീവമായിട്ട് പോകുന്നു. അപ്പം കൃത്യമായിട്ടൊരു പിന്നീട് സഹനടനിൽ നിന്നും കോമഡി ചെയ്യുന്നു, നായകനായിട്ട് വരുന്നു. കൃത്യമായിട്ടുള്ള എഴുതി വെച്ച പ്ലാനിങ്ങിൽ പോകുന്ന ഒരു കരിയറാണോ വിനയുടെ? ഒട്ടുമല്ല. ആക്സിഡന്റലി വരുന്ന നമുക്കിതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല സുമേഷ്. ഞാൻ ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ ഒരു കൺട്രോളർ വിളിച്ചിട്ട് പറയാണ്, ഇതേപോലെ അൽഫോൺസ് പുത്രൻ ഒന്ന് കാണണം എന്ന് പറയുന്നു. അപ്പോൾ ആ നാളിതുവരെ ഞാൻ കോമഡി ചെയ്തിട്ടില്ല. ഞാൻ ആ പ്രേമത്തിന് മുമ്പ് കോമഡി ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ എവിടെയോ ഒരു കോളേജിൻ്റെ എന്തോ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അൽഫോൺസിനെ കണ്ടേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അൽഫോൺസ് ഒരു ഐപാഡ് വെച്ചിട്ട്, അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇത് ഓഡിഷനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിജു കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ 2 മാഷന്മാരാണ്, നമുക്ക് സാധനം ചെയ്തു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അൽഫോൺസ് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രേമം സംഭവിക്കുന്നു. ചെയ്തിട്ടില്ല. പ്രേമം കോമഡി അതല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കൂടെ കോമഡി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നത് ആ ഫിലിം മേക്കറാണ്. അൽഫോൺസിന്റെ വിശ്വാസമാണ് എന്നെ കൊണ്ട് കോമഡി ചെയ്യിച്ചത്. അതിന് മുമ്പ് എനിക്ക് വേറെ എല്ലാ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാനൊരു 5-6 വർഷം എന്താ പറയുക പട്ടിപ്പണിയെടുത്തു നാടകത്തിൽ. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ഒരു 5 വർഷം വളരെ സീരിയസ് ആയിട്ട് തിയേറ്റർ ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറെ പരിപാടികളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് കോമഡി എന്താ പരിപാടി, ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. കോമഡി അല്ലെങ്കിൽ ഈ പ്രേമം സംഭവിക്കാൻ കാരണം അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുകയും എന്നെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ആ സീനിൽ അത് ഭയങ്കര ഫണ്ണിയായിട്ട് ചെയ്തെടുത്തത് ഒരു സംവിധായകൻ്റെ മികവാണ്. അപ്പം അതേപോലെ തന്നെ വേറെ ഞാനിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു മാലിക്കോ ചുരുളിയോ അല്ലെങ്കിൽ ഒരു കിസ്മത്തോ അങ്ങനെ കുറച്ച് സിനിമകൾ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഈ കുറച്ചും കൂടി കോമഡിയുള്ള കഥാപാത്രങ്ങളെ കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഫിലിം മേക്കർ വന്നിട്ട് എക്സ്ട്രീംലി ഡാർക്കായിട്ടുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബ്രൂട്ടൽ വില്ലൻ പരിപാടി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പരിപാടിയിൽ നമ്മളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ആ ഫിലിം മേക്കറിന് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ നമ്മൾ പല പ്ലാനിങ്ങും നമ്മളെ ഭയങ്കര നിരാശനാക്കും. ഭയങ്കര പ്ലാൻ ചെയ്തൊരു പരിപാടി നടന്നില്ലെങ്കിൽ അപ്പോൾ ലൈഫിൻ്റെ തന്നെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇല്ല മച്ചാനെ. ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അടുത്ത സെക്കൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ ആകെ ലൈഫിൻ്റെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിരിക്കണം എന്നുണ്ട്. ഭയങ്കര സമാധാനപരമായിട്ട് ഈ പറയുന്ന പോലെ ഒരാളോടും ആർഗ്യൂ ചെയ്യാണ്ട് അല്ലെങ്കിൽ വഴക്കിടാണ്ടൊക്കെ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് പ്രയോറിറ്റി. അപ്പോൾ
അങ്ങനെയൊക്കെ ജീവിച്ച് പോവുക, പിന്നെ വരുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക എന്ന് പറയുന്ന പോലെ. പക്ഷേ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തൊരു അറിയാം, നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ആ അവസരങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കില്ല. ഈ നമുക്ക് സംശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആദ്യം തൊട്ടേ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഷറഫുദ്ദീൻ, ലിജോ മോള്, അതുപോലെ തന്നെ മറ്റേ കുഞ്ഞികൃഷ്ണൻ മാഷ്, ഈ ഒരു കാസ്റ്റിംഗിലൊക്കെ വിനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു? ശരിക്കും ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കെമിസ്ട്രിയുള്ള രണ്ടാളുകൾ ഒരുമിക്കുമ്പോഴാണ് സീൻ നന്നാകുന്നത്. അല്ലാണ്ട് ഞാൻ ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 16 വർഷം നിന്നത് എൻ്റെ ടാലൻ്റ് കൊണ്ടിട്ടല്ല, എൻ്റെ പാഷൻ കൊണ്ടിട്ടാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒട്ടും പാഷനേറ്റ് അല്ലാത്ത ഒരു കോ ആക്ടർ കൂടെ നിൽക്കുമ്പോൾ ആ സീൻ നന്നാകണമെന്നില്ല. ആ ഒട്ടും പാഷൻ ഇല്ലാത്ത ആള് സൂപ്പർ ടാലൻറ്റഡ് ആവാം, പക്ഷെ എന്നാലും പുള്ളി ഒരു സ്ക്രീൻ പ്ലേനെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ എവിടെയോ മടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീൻ നന്നാവില്ല. അപ്പോൾ സീൻ നന്നാകാണ്ടിരിക്കുമ്പോൾ, പല സീനുകൾ നന്നാകാണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ നന്നാവില്ല. പക്ഷേ ഭയങ്കര ഒരു സാധാരണ ടാലൻ്റുള്ള ഒരാളാണ്, ആൾ ഭയങ്കര പാഷനേറ്റ് ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് സംസാരിച്ച്. ഇപ്പം ഞങ്ങൾ ആട്ടം പോലത്തെ സിനിമകളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പാഷൻ കൊണ്ടും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും മാത്രം പുൾ ഓഫ് ചെയ്ത സിനിമയാണ്. അത് ഈ സിനിമ നന്നാകണം എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു ആവേശമുള്ള ഒരു പറ്റം ആക്ടേഴ്സിനെ നമ്മൾ ലോഞ്ച് ചെയ്യാണ്. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഭയങ്കര പാഷനേറ്റായിട്ട് ഡൂ ഓർ ഡൈ പോലത്തെ ഒരു പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവും. കാര്യം ആട്ടം ഞങ്ങൾ ഒരുപാട് സാധാരണ സിനിമ അല്ലെങ്കിൽ ഒരുപാട് ചെറിയ നടന്മാർ ചെയ്തൊരു സിനിമ, അതായത് ഒരു രാജ്യത്തിൻ്റെ തന്നെ, അത് ഏറ്റവും കൂടുതൽ ടാലൻ്റുള്ള ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമയാകുകയാണ്. അതിൻ്റെ സംവിധായകൻ അല്ല അതിൻ്റെ തിരക്കഥാകൃത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്താവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മണിരത്നം സാറുണ്ട്, രാജ്കുമാർ ഹിറാനിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്തമായി ആരാധിക്കുന്ന ഒരുപാട് ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളോട് കോമ്പറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ മറ്റേ 98% പുതിയ ആളുകളെ വെച്ച് ചെയ്തൊരു സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയാണ്. അപ്പം ഞാൻ പറയുന്നത് പാഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രധാന റോളൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യും, അതായത് ഓക്കെ അങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. വന്നിട്ട് മറ്റേ എടാ ഞാൻ ഉച്ചക്ക് വരും വൈകിട്ടാകുമ്പോൾ എനിക്ക് പോകണമെന്ന് പറയുന്ന ആക്ടേഴ്സൊക്കെ എപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അല്ലെങ്കിൽ 10 മണി നമുക്ക് 8 മണിക്ക് കോൾ ടൈം തരുമ്പോൾ ഉച്ചക്കും വൈകിട്ടും വരുന്ന ആക്ടേഴ്സ് ഇപ്പോഴും ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ ക്രൂ തകരുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ സ്പിരിറ്റ് ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ അത്തരം ആളുകളുടെ പ്രസൻസ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അത് പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പരിപാടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന സിനിമ, ഞാൻ ആട്ടം ഒരുപാട് കോട്ട് ചെയ്യും എല്ലായിടത്തും. അതിൻ്റെ കാര്യം സിനിമ അതൊരു ഗംഭീര സംവിധായകൻ്റെ ഒരു ഗംഭീര തിരക്കഥാകൃത്തിൻ്റെ ഒരു മാജിക്കാണ് സിനിമ. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പാഷൻ്റെ ഞങ്ങളൊരു 30 ദിവസത്തോളം റിഹേഴ്സൽ ചെയ്തു. ഇവരൊക്കെ തിയേറ്റർ ആക്ടേഴ്സ് അല്ലേ, എല്ലാവരും തിയേറ്റർ ആക്ടേഴ്സാണ്. അവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് വെറുതെ അവരെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ പറയുന്ന ഈ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടാവില്ല. രാവിലെ മുതൽ രാത്രി വരെ ഇതുപോലെ എനിക്ക് ആ സമയങ്ങളിൽ വേറെ സിനിമകളുണ്ടായിരുന്നു. എനിക്കൊരു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന സിനിമകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിന്നു. അപ്പം ഞാനും ഡയറക്ടറും കൂടെ ആയിരുന്നു രാവിലെ മുതൽ രാത്രി വരെ മറ്റേ വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു സംഘം ഒരുമിച്ച് വന്നതുകൊണ്ടിട്ട് ആ സിനിമ ഇപ്പം ഈ ഒരു ലെവലിലെത്തിയത്. ഞാൻ പണ്ട് വിനയെ പരിചയപ്പെടുന്നതിന് മുന്നേ ആണ് ഞാൻ വിനയ് ക്ലാസ് എടുക്കുന്നത്. ആ സമയത്ത് വിനയ സിനിമയിലുണ്ട്. അതെ. അപ്പൊ ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം സിനിമയിൽ കയറി വീണ്ടും പുള്ളി എന്തിനാണ് ഈ വർക്ക്ഷോപ്സിനൊക്കെ ചെലുക്കാൻ വേണ്ടി നടക്കുന്നത്? ഞാൻ സ്വയമായിട്ട് ചിന്തിച്ചു, കാരണം സിനിമയിൽ കയറി എസ്റ്റാബ്ലിഷ് ആയി ആ ഒരു അതെന്താണ് ശരിക്കും പാഷന്റെ പേരിലാണ് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ 50 ദിവസം വർക്ക് ചെയ്ത ഇന്നത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്നൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ എനിക്ക് ₹1 കിട്ടിയിട്ടില്ല. 50 ദിവസം വർക്ക് ചെയ്തിട്ട്. അങ്ങനെ പ്രേമം വരെ അല്ലെങ്കിൽ ഒരു 7th ഡേ വരെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര അണ്ടർപെയ്ഡ് ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി
ഈ പറയുന്ന ബസ് കാശ് അടക്കം ഞാൻ എൻ്റെ അച്ഛനോട് വാങ്ങിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിൽ സർവേ, അതായത് എനിക്കിപ്പോഴും പാഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ആവും. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ സുമേഷിന് പറഞ്ഞു തരുമ്പോൾ ഞാൻ കൂടുതൽ ക്ലിയർ ആവുകയാണ്. അപ്പോൾ അതുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് സർവൈവൽ ഒരു പുതിയൊരു നടനൊക്കെ എത്രത്തോളം മറ്റേ റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഭയങ്കര ടഫാണ് കാര്യങ്ങൾ ജീവിക്കാൻ. ഈ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളങ്ങനെ, അതായത് ഒരുപാട് പൈസയൊന്നും വേണ്ട, പക്ഷേ നമുക്ക് പൈസയെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോൺ എടുക്കാറില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ പൈസ എങ്ങനെ തരപ്പെടുത്തും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാൻ ആക്ച്വലി പാഷന്റെ പേരിലേക്ക് ആയിരിക്കും ആ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നെ ശരി ഷോക്കിംഗ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ കൂടെ ഈ അണ്ടർ പെയ്ഡ് ആയിട്ട് പോകുന്ന ഒരുപാട് നടന്മാർ ഇപ്പോഴും ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാവേണ്ടതാണല്ലേ? കാരണം ചോദിക്കാനും പറ്റില്ല, ചോദിച്ചതിന് അടുത്ത അവസരം കിട്ടില്ല എന്നുള്ള ഭയം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഈ ഒരു സ്ട്രഗിൾ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കൂടെ നിന്നത് വൈഫും അമ്മയും അച്ഛനൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതൊക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അപ്പം എന്നും ഈ പറയുന്ന പോലെ ഈ സിനിമ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയമാണ്. സിനിമയിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റെസ്പെക്റ്റും പരിപാടികളൊക്കെ കിട്ടും. പക്ഷേ നമ്മളൊന്നുമില്ലാത്ത വലിയ സ്ട്രഗിൾ നടന്നിരുന്നത് തിയേറ്റർ ഡേയ്സിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല, ഇത് വീട്ടിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ്, ഞാൻ ഈ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഈ മറ്റേ പറയുന്ന പോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാര്യം എനിക്ക് അത്തരം ക്ലാരിറ്റികളുണ്ട്, അത്തരം കാര്യങ്ങൾ പ്ലാൻഡാണ്. എനിക്കൊരു ഫിലിം സ്കൂളിലോ അല്ലെങ്കിൽ തിയേറ്റർ സ്കൂളിലോ പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലോ അല്ലെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ എനിക്ക് തിയേറ്റർ ചെയ്യുക എന്ന് പറയുന്നത് കാര്യം അവിടെയാണ് നമുക്കൊരു വിസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ നാടകത്തിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമായിരുന്നു ഞാൻ വിസിബിളായിരുന്നത്. അല്ലാത്ത സ്കൂളിലും അല്ലെങ്കിൽ ചുറ്റുപാടും ഒക്കെ നമ്മൾ ഭയങ്കര ഇൻവിസിബിളായിട്ട് ആരും അക്നോളജ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കൂടി ചെയ്യാത്ത പോലത്തെ ഒരു നേച്ചറുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ തിയേറ്ററിൽ, ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര വിസിബിളായിരുന്നു. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഇങ്ങനെ പോയി പഠിക്കാനുള്ളത് കൊണ്ടിട്ട് നമ്മൾ ഈ ഓരോ തരത്തിലുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഈ ഒരു സ്ട്രഗിൾ കൂടെ കടന്നു പോയിട്ട് ഇന്നിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സമാധാനമാണോ, സന്തോഷമാണോ, അതെയോ കുറച്ച് ശരി അഹങ്കാരമാണ്? എന്താണ് ഞാൻ നേടി, എന്താണ് ഒരു ഫീലിംഗ്? ഒന്നുമില്ല. അതായത് എവിടെയോ സമാധാനം എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. ഞാൻ നേരത്തെ സുമേഷിനോട് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ലോൺ അടക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ട് 16 വർഷം തൊട്ട് സിനിമ കൊണ്ട് മാത്രം ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരാളുടെ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു പിണ്ണാക്കം ചെയ്തിട്ടില്ല ലൈഫിൽ ഞാൻ. പക്ഷേ അതായത് ഈ മലയാളം പോലെ ഞാൻ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ശക്തരായിട്ടുള്ള ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ എനിക്ക് 10-16 വർഷം സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. പക്ഷേ ഒരു നടൻ എന്നുള്ള തരത്തിൽ ഞാൻ എപ്പോഴും ഈ തുടക്കക്കാരൻ എന്ന് പറയുന്ന ഒരു സോണിൽ തന്നെയാണ്. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു, പഠിച്ചു വരുന്നു. പിന്നെ ഇതും ഞാൻ പറയുന്നത് നല്ലൊരു സംവിധായകൻ്റെ കൂടെ, നല്ലൊരു തിരക്കഥാകൃത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഒരു വളർച്ച ഉണ്ടാകണം. ഈ വളർച്ച സംഭവിക്കണമെങ്കിൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് ബുദ്ധിയും ബോധവും വിഷനും സിനിമയെക്കുറിച്ച് നോളജും ഒക്കെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിൽ. അല്ലാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ വലിയ റിഗ്രറ്റോ പരിപാടിയൊന്നുമില്ല. പക്ഷേ നമ്മളൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ തകർന്ന് വീണ് കിടക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ആളൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എനിക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അല്ലെങ്കിൽ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരം കഥാപാത്രങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൊതി തോന്നുന്ന ഫിലിം മേക്കേഴ്സും വേറെ ഭാഷകളും. ഇപ്പോൾ OTT വന്നതിന് ശേഷം ഈ റീജിയണൽ സിനിമ എന്ന് പറയുന്ന പരിപാടി പൊളിഞ്ഞു. ഇപ്പൊ സിനിമ തന്നെയാണ്. ഇന്ത്യൻ സിനിമയല്ല, സിനിമയാണ്. ഇപ്പൊ ഗോഡ് ഫാദർ, അല്ലെങ്കിൽ മാർട്ടിൻ സ്കോർസെസിയുടെ പടം, അല്ലെങ്കിൽ ഗോദാർദിന്റെ പടമുള്ള സെയിം പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ സിനിമകളും കിടക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മളൊരു
ഒരു വലിയൊരു റീച്ചിലേക്ക് എത്തുന്നുണ്ട് എല്ലാവരും, നമ്മളല്ല എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഭയങ്കര സാധ്യതകൾ ഇപ്പോൾ എവിടെയോ തകർന്നടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഭയങ്കര ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്.